കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 2021 വെറും 8.83 കിലോമീറ്റർ ദൂരം മാത്രമുള്ള യാത്രയ്ക്ക് ഊബർ ഡ്രൈവർ യാത്രക്കാരനിൽ നിന്നും വാങ്ങിച്ചത് 1334 രൂപ. ഊബർ ഡ്രൈവറുടെ അമിത നിരക്കിനെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിച്ച് യാത്രക്കാരന് ഒടുവിൽ നീതി. അമിത നിരക്ക് ഈടാക്കിയ ഡ്രൈവർ യാത്രക്കാരന് 10,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചു. കൂടാതെ കോടതി ചെലവുകൾക്കായി ഒരു 10,000 കൂടി നൽകണം. ചണ്ഡീഗഡിലെ AG കോളനി, ഓഡിറ്റ് ഫുൾ കോളനി, സെക്ടർ 41B, ചണ്ഡീഗഡിലെ സെക്ടർ 48B വരെയുള്ള വെറും 15 മിനിറ്റ് നീണ്ട യാത്രയ്ക്കാണ് ഊബർ ഡ്രൈവർ അമിത ചാർജ് ഈടാക്കിയതെന്ന് യാത്രക്കാരനായ അശ്വിനി പ്രസാദ് കോടതിയെ അറിയിച്ചു. അമിത വില ഈടാക്കിയ നടപടിക്കെതിരെ കസ്റ്റമർ കെയറിലൂടെയും ഇമെയിലുകളുടെയും ഊബറിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കമ്പനിയുടെ ഭാഗത്തു നിന്നും തൃപ്തികരമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്നും അശ്വിനി പറഞ്ഞു. അതേസമയം യാത്രക്കാരന് ആദ്യം ലഭിച്ച സന്ദേശത്തിൽ 8.83 കിലോമീറ്റർ യാത്രയ്ക്ക് 359 രൂപയായിരുന്നു ചാർജായി നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ യാത്രയ്ക്കിടെ നിരവധി റൂട്ട് മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ നിരക്ക് 1334 രൂപയായി ഉയർന്നു. കോടതിയുടെ അന്വേഷണത്തിൽ ഈ റൂട്ട് മാറ്റം യാത്രക്കാരന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നോ അതോ ഡ്രൈവറുടെ തീരുമാനമായിരുന്നോ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. വിശ്വസ്തത നിലനിർത്താനായി ഊബർ പരാതിക്കാരന്റെ അക്കൗണ്ടിലേക്ക് 975 രൂപ റീഫണ്ട് ചെയ്തതായും റിപ്പോർട്ട് പറയുന്നു. സർവീസ് പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം മുഴുവൻ ക്യാബ് ഡ്രൈവറുടെ മേൽ ചുമത്തുന്നത് ഊബർ ഇന്ത്യയാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. അതേസമയം രേഖകൾ അനുസരിച്ച് ഊബറിന്റെ ആപ്പിൽ നിർദ്ദേശിച്ച പണം നൽകാൻ യാത്രക്കാരൻ നിർബന്ധിതനാണ്. എന്നാൽ മുൻകൂർ ബുക്കിംഗ് സമയത്ത് പറഞ്ഞിരുന്നതിനേക്കാൾ തുക ഈടാക്കുന്നത് അന്യായമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത് ഒഴിവാക്കണം. അതേസമയം പരാതിക്കാരന് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും കോടതി കണ്ടെത്തി. ഊബറും അവരുടെ ഡ്രൈവർമാരും തമ്മിലുള്ള കരാറിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് സാധാരണ ആളുകൾക്ക് അറിയില്ല എന്ന് ഉപഭോക്തൃ കോടതി പരാമർശിച്ചു. യാത്രക്കാർ ഊബർ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും കമ്പനിയെ വിശ്വസിക്കുന്നു, അല്ലാതെ ഡ്രൈവർമാരെയല്ല. ഊബറും ഡ്രൈവർമാരും തമ്മിൽ മറഞ്ഞിരിക്കുന്ന കരാറുകൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം കമ്പനി ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി.